ഹലോ. അപ്പോൾ ഒരു കാലത്ത് നമ്മുടെ ക്യാമറ ലോകം എന്ന് പറയുന്നത് നമ്മുടെ സാംസങ് അല്ലെങ്കിൽ ഐഫോൺ മാത്രം ഭരിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ ക്യാമറ ഫോൺ മേടിക്കുക എന്ന് പറയുമ്പോൾ എല്ലാവരും ഒന്നുമില്ലെങ്കിൽ സാംസങ് എടുത്തോ അല്ലെങ്കിൽ പിക്സൽ എടുത്തോ അല്ലെങ്കിൽ ഐഫോൺ എടുത്തോ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അങ്ങനെയുള്ളവരുടെ കൂട്ടത്തേക്ക് അവർക്കൊക്കെ എതിരാളിയായിട്ട് നമ്മുടെ ഫോൺ വിവോ ഇപ്പോൾ കുറച്ച് കാലമായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ പുതിയ X300 Pro അതിനെ പറ്റിയിട്ട് നമുക്ക് പറയാം. അപ്പോൾ എൻ്റെ സൗണ്ട് കുറച്ച് മോശമാണ്, പനിയുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു വരണുള്ളൂ. അപ്പോൾ സൗണ്ട് ഞാൻ എടുത്ത് സെറ്റ് ചെയ്യാൻ നോക്കാം. അപ്പോൾ നമുക്ക് ഫോണിൻ്റെ പെട്ടിയിൽ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം. അതൊക്കെ ഇപ്പോൾ വലിയ കാര്യമാണ്, കാരണം പെട്ടിയിലൊക്കെ കിട്ടുക എന്ന് പറയുന്നത് എത്ര വലിയ കാര്യമാണ്. പെട്ടിയിലൊന്നും കിട്ടാതെ ഫോൺ മേടിച്ചിട്ട് ആൾക്കാർക്ക് മനസ്സിലാവും. അപ്പോൾ ഇതിൽ നമുക്ക് 90 വാട്ടിൻ്റെ ചാർജർ വരുന്നുണ്ട്, ഒരു നല്ലൊരു പൗച്ച് വരുന്നുണ്ട്, പിന്നെ A to C കേബിൾ വരുന്നുണ്ട്. അതെനിക്കൊരു ഇതായി, കാരണം ഇത്രയും വില കൊടുത്ത് വയ്ക്കുമ്പോൾ ഒരു C to C കേബിൾ കൊടുക്കായിരുന്നു, എന്നാലും നോക്കട്ടെ A to C നല്ല. അപ്പോൾ നമുക്ക് ഡിസൈനെ പറ്റി പറയാം. അപ്പോൾ പഴയ X200 Proനെ വെച്ച് നോക്കുമ്പോൾ വലിയ വ്യത്യാസമൊന്നുമില്ല. മുന്നേ കറണ്ടായിട്ട് ഇറങ്ങിയ സ്ക്രീൻ ഇപ്പോൾ ഒരു ഫ്ലാറ്റ് ആക്കിയിട്ടുണ്ട്, അത്ര വ്യത്യാസമുള്ളൂ. പിന്നെ കാണുമ്പോൾ ലുക്കിലൊന്നും വലിയ വ്യത്യാസമൊന്നുമില്ല. പിന്നെ അലോയ് ഫ്രെയിമാണ്, പിന്നെ ഫ്രണ്ടും ബാക്കും ഗ്ലാസ് ആണ്. പിന്നെ ഗ്ലാസ് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫ്രണ്ട് ഗ്ലാസ് ഏകദേശം ഗൊറില്ല ഗ്ലാസ് ടെസ്റ്റുവിൻ്റെ അത്ര പ്രൊട്ടക്ഷൻ ഉള്ള ടൈപ്പ് ഗ്ലാസ് ആണെന്നാണ് കേട്ടത്. കറക്റ്റായിട്ട് ഏതാണെന്ന് എനിക്ക് നോക്കിയിട്ട് കിട്ടിയില്ല. പിന്നെ ഇതിന് IP68ഉം 69ഉം പ്രൊട്ടക്ഷൻ ഉണ്ട്. വെള്ളത്തിനടി പോയിട്ട് വീണാലും കുഴപ്പമില്ലാന്നുള്ള മാത്രമല്ല, വെള്ളത്തിന് ജെറ്റ് നോക്കി അടിച്ചിട്ടും കുഴപ്പമില്ലാന്നുള്ള സർട്ടിഫിക്കേഷനാണ് IP69. അപ്പോൾ പിന്നെ ഇത് 4 കളറിൽ വരുന്നുണ്ട്. എന്തൊക്കെയോ അവർ പേരിട്ടുണ്ട് ഇതിന്. ഡ്യൂൺ ബ്രൗൺ, ഫാൻറ്റം ബ്ലാക്ക്, മിസ്റ്റ് ബ്ലൂ, വൈറ്റ്. ബ്ലാക്ക് ബ്രൗൺ വൈറ്റ് ബ്ലൂ അങ്ങനെ ചോദിച്ചാൽ മതി. അപ്പോൾ അതൊക്കെയാണ് ഡിസൈനിലുള്ള കാര്യങ്ങൾ. അപ്പോൾ ഞാൻ ഡിസ്പ്ലേനെ പറ്റി പറഞ്ഞുതരാം. അപ്പോൾ ഡിസ്പ്ലേ വരുന്നത് 1.5K AMOLED 120 Hz LTPO ഡിസ്പ്ലേ ആണ്. അപ്പോൾ അതൊരു നല്ല ഡിസ്പ്ലേ തന്നെയാണ്. പിന്നെ വരുന്ന ഫീച്ചേഴ്സ് വെച്ചാൽ അൾട്രാസോണിക് ഫിംഗർ പ്രിന്റ് വരുന്നുണ്ട്. പിന്നെ അതിൻ്റെ ബെസൽസ് എന്നൊക്കെ പറഞ്ഞാൽ അത്രയും തിന്നാണ്, ഒരു ലൈൻ പോയ പോലെ ഇപ്പോൾ ബെസൽസ് ഉള്ളൂ. അപ്പോൾ അതൊരു അടിപൊളി കാര്യമാണ്. പിന്നെ സൈസ് മാസ്റ്റർ കളർ ഡിസ്പ്ലേ എന്ന് പറഞ്ഞിട്ടുള്ള ടെക്നോളജി സൈസിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്നുണ്ട്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നാച്ചുറലായിട്ടുള്ള കളർ കുറച്ചുകൂടി ആക്യുറേറ്റ് ആയിരിക്കുന്നതാണ്. അതൊക്കെ നമുക്ക് എത്ര മനസ്സിലാവും, എനിക്ക് വലിയ ബുദ്ധിയൊന്നുമില്ല അതുകൂടെ. അപ്പോൾ ഞാൻ ഇതിൽ ഡിസ്പ്ലേ കേസിൽ പറയാവുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇതിൻ്റെ സബ് ബ്രാൻഡ് ആയിട്ടുള്ള iQOO15 ഇതിനും പൈസ കുറഞ്ഞ് ഇറങ്ങുന്ന ഫോണിൽ ഇതിന് അടിപൊളി ഡിസ്പ്ലേ വരുന്നത്. അപ്പോൾ അതെന്ത് ഇതിൽ കൊടുക്കാമെന്ന് എനിക്ക് എഴുതിട്ടുണ്ട്. കാരണം അതിൽ വരുന്നത് 2K 144 Hz. പിന്നെ സാംസങ്ങിൻ്റെ പാനൽ വെച്ചിട്ട് ഇതിനേക്കാളും ബ്രൈറ്റ്നസ്സും ഇതിനേക്കാളും മറ്റേ PWM ഡിമ്മിങ്ങും വരുന്ന സെറ്റപ്പ് ഉണ്ട് അതിൽ. പക്ഷെ അതല്ല ഇതിൽ വരുന്നത് ഒക്കെ അടിപൊളി തന്നെ. അപ്പോൾ നമുക്ക് അത് രണ്ടും വെച്ച് നോക്കുമ്പോൾ കുറച്ചൊരു ചെറിയ വ്യത്യാസം തോന്നിച്ചാലും ഇതും അടിപൊളി ഡിസ്പ്ലേ തന്നെയാണ്. ഇതിൽ 2000 നിറ്റ്സ് വരെ സാധാ മറ്റേ ബ്രൈറ്റ്നസ് ബാറിൽ ബ്രൈറ്റ്നസ്സും പിന്നെ അപ് ടു 4500 വരെ ബ്രൈറ്റ്നസ് ഇതിലുണ്ട്. ഞാൻ പറഞ്ഞത് അത് വെച്ച് നോക്കുമ്പോൾ ഇതൊരു ലേശം താഴെന്ന് മാത്രം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഹാർഡ്വെയറും പെർഫോമൻസും പറയാം. അപ്പോൾ ഇതിൽ വരുന്നത് നമ്മുടെ MediaTek Dimensity 9500 ചിപ്പാണ്. അപ്പോൾ ഈ ചിപ്പിനെ പറ്റി പറയുകയാണെങ്കിൽ അടിപൊളി ചിപ്സെറ്റാണ്. അത്യാവശ്യം ഇപ്പോൾ അവരുടെ പ്രീമിയമായിട്ട് നിങ്ങളുടെ ചിപ്സെറ്റാണ്. പക്ഷേ എനിക്കിത് Snapdragon 8 Gen 5ൻ്റെ അത്ര ഒരു ഇതാണെന്ന് തോന്നുന്നില്ല. കാരണം കുറച്ച് പൈസ ലാഭിക്കാൻ വേണ്ടിയാണ് ഇതിൽ ഇറക്കിയിട്ടുള്ളത്. പിന്നെ ഇവർ വിചാരിച്ചിട്ടുണ്ടാവും ഫോട്ടോ മെയിനായിട്ട് ക്യാമറയ്ക്ക് വേണ്ടി ഇറക്കുമ്പോൾ ആരും ഗെയിം കളിക്കില്ല എന്ന്. അതുകൊണ്ട് അടിപൊളി ചിപ്സെറ്റ് തന്നെയാണ്. പക്ഷേ എനിക്ക് കുറച്ചും കൂടി സ്നാപ്ഡ്രാഗണിലേക്കാണ് ചായ്വ്. അപ്പോൾ അതില്ലാത്തതിൻ്റെ ഒരു വിഷമമുണ്ട് എനിക്ക്. പിന്നെ കുറേ കേസിൽ ഇത് അടിപൊളിയാണ്. പക്ഷേ GPUവിലും ഗെയിമിങ്ങിലൊക്കെ എനിക്ക് തോന്നുന്നു സ്നാപ്ഡ്രാഗണിൻ്റെ 8 കുറച്ചുകൂടി അടിപൊളിയായിരിക്കുക. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ ഇതിൻ്റെ ഒപ്പം VS1ഉം പിന്നെ ചിപ്സെറ്റ് V3 Plus എന്ന് പറഞ്ഞിട്ടൊരു ചിപ്സെറ്റ് വരുന്നുണ്ട്. അപ്പോൾ അത് രണ്ടുപേരായിട്ട് ഞാൻ ഒരെണ്ണം നമ്മുടെ പോർട്രേറ്റ് ഫോട്ടോസ് ഒക്കെ ഇമ്പ്രൂവ് ആക്കാനും രണ്ടാമത് വീഡിയോ സെറ്റാക്കാനും വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ നമ്മുടെ ബാക്കിയുള്ള ഫോണിൽ Q3 എന്ന് പറഞ്ഞിട്ട് ഗെയിമിംഗ് ചിപ്സെറ്റ് വന്നതിന് പകരം ഇവർ ഫോട്ടോഗ്രാഫിക് സെൻട്രിക് ഫോണാണല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ ഇതിറക്കി. പിന്നെ സാധാരണ പോലെ LPDDR5X റാം വരുന്നുണ്ട്. 8, 12, 16 അങ്ങനെയൊക്കെ തന്നെയാവും. പിന്നെ UFS 4.1 സ്റ്റോറേജും വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ലേറ്റസ്റ്റ് തന്നെയാണ്, അതൊക്കെ അടിപൊളിയാണ്, അതിലൊന്നും ഒരു ഇതില്ല. പ്രൊസസ്സർ എനിക്കൊരു ഇതുണ്ട്, അടിപൊളിയാണെന്ന് പറയുന്നത് മനസ്സിലായില്ലേ. അപ്പോൾ നമുക്ക് മുറിക്കുള്ളിലെ ആനയെ പറ്റി പറയാം. എലിഫൻ്റ് ഇൻ ദ റൂം എന്ന് പറയുമ്പോൾ എനിക്കൊരു സുഖമില്ല, ഞാൻ മലയാളിവൽക്കരിച്ച് അങ്ങനെ പറഞ്ഞത്. അപ്പോൾ ഇതിന് ക്യാമറയെ പറ്റിയിട്ട് പറയാം. അതാണിപ്പോൾ വിവോ അടിച്ചു കയറി മുന്നിൽ നിൽക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ചില കാര്യങ്ങളിലൊക്കെ iPhone 16 Pro Maxനേക്കാൾ അടിപൊളിയായിരുന്നു X200 Pro. പിന്നെ സാംസങ്ങിന് ഓൾറെഡി വഴിയിൽ വെട്ടി വീഴ്ത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്തവണ X300 Pro ഇവരിനൊക്കെ അലക്കിടുമോ നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൽ വന്നിട്ടുള്ള സെൻസർ എന്ന് വെച്ചാൽ 50 MP മെയിൻ, 50 വൈഡ്, പിന്നെ 50 ഫ്രണ്ട് ക്യാമറ, 200 ടെലിഫോട്ടോ. അപ്പോൾ ഈ ടെലിഫോട്ടോൻ്റെ കേസിൽ അവർ ഈ സൈസ് ആയിട്ട് കമ്പൈൻ ചെയ്ത് ഒരു മറ്റേ പുട്ടുമുറ്റി പോലത്തെ സാധനം ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ ആ സൈസിൻ്റെ സൂം ലെൻസും കൂടിയും വെച്ചിട്ടുള്ള ഫോട്ടോസ് എനിക്ക് അടിപൊളിയായിട്ട് തോന്നി. കാരണം ഈ 200 MP ഓൾറെഡി സൂം ക്യാമറയാണ് ഈ ലെൻസ് അറ്റാച്ച് ആവുന്നത്. അപ്പോൾ അതിനൊരു പൗച്ച് ഉണ്ട്, അപ്പോൾ അത് വെച്ചിട്ടാണെങ്കിൽ അറ്റാച്ച് ആക്കുക. അപ്പോൾ അതായിട്ട് എടുക്കുന്ന ഫോട്ടോസ് ഭയങ്കരമായിട്ട് നാച്ചുറൽ ഒക്കെ അടിപൊളിയായിട്ട് തോന്നി. പിന്നെ വീഡിയോസിൻ്റെ സൈഡിലേക്ക് എന്തോ ഭയങ്കര ഇഷ്ടമായി.
അപ്പോൾ ഫോട്ടോസിൻ്റെ കേസ് പറഞ്ഞു കഴിഞ്ഞാൽ പോർട്രേറ്റിൽ ഓൾറെഡി വിവോ അടിപൊളിയാണ്, നമുക്കൊക്കെ അറിയാം. ഇപ്രാവശ്യം അത്ര മോശം കഴിഞ്ഞിട്ടില്ല. ഞാൻ കുറച്ച് സാമ്പിൾ ഫോട്ടോസ് ഇവിടെ കാണിക്കാം. പക്ഷേ ഐഫോൺ 17 Pro Maxന് അടിക്കുമെന്ന് വെച്ചാൽ ചിലപ്പോൾ പോർട്രേറ്റ്സിൻ്റെ കേസിലടിക്കും, വീഡിയോസിൻ്റെ കേസിൽ പറ്റുന്നൊന്നുമില്ല. കാരണം പോരാത്തതിന് അവർ ഇപ്രാവശ്യം ലോഗ് വീഡിയോ ഇറക്കിയിട്ടുണ്ട്. ലോഗ് വീഡിയോ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ലോഗ് വീഡിയോ വെച്ചാൽ സാധാരണ നമ്മളിപ്പോൾ ഒരു വീഡിയോ എടുക്കുകയാണെങ്കിൽ അതിൽ ക്യാമറ തന്നെ ഫുള്ള് കളറും ഒക്കെ സെറ്റ് ചെയ്ത് കിട്ടുന്നുണ്ടാവും. ഈ ലോഗ് വീഡിയോ വെച്ചാൽ റോ ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും. നമ്മൾ പിന്നെ അതിനുശേഷം എഡിറ്റിംഗ് ഈ പ്രൊഫഷണൽ ടീംസിന് അതാണ് ഇഷ്ടം. ഇപ്പോൾ എന്നെപ്പോലുള്ള ലോക്കൽസിന് അത് വലിയ ഇതായിട്ട് തോന്നില്ല. നമ്മളെന്തായാലും ലോഗ് വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്ത് കഷ്ടപ്പെടാൻ നിൽക്കില്ല. പക്ഷേ പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാർക്ക് അടിപൊളി ഫീച്ചറാണ്. അത് നമ്മുടെ സാംസങ്ങിലും ഐഫോണിലും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്രാവശ്യം അത് വിവോയും കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ വിവോയിലുള്ളൊരു ഇത് സീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ അത്ര സ്റ്റെബിലൈസ്ഡ് അല്ല വിവോയിലത്തെ ഈ ലോഗ് വീഡിയോ. പോരാത്തന്നെ ഫ്രണ്ട് ക്യാമറയിൽ ഈ ലോഗ് വീഡിയോ എടുക്കാനും പറ്റും. അപ്പോൾ ക്യാമറയെ പറ്റിയിട്ട് എൻ്റെ അഭിപ്രായം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫോട്ടോസ് എടുക്കാനുള്ള താല്പര്യം വെച്ചാൽ അടിപൊളിയായിരിക്കും. പോർട്രേറ്റ് ആയാലും എന്തായാലും നമുക്ക് ആ ഫോട്ടോഗ്രാഫി കിറ്റും കൂടിയും അതിനൊരു 20,000 രൂപ വരുന്നുണ്ട്. അതുകൊണ്ട് മേടിക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും. ഞാൻ ഇവിടെ കുറച്ച് മെയിൻ സെൻസറിലുള്ള സാമ്പിളും വൈഡ് ആംഗിളിലുള്ള സാമ്പിളും കാണിക്കാം, പോർട്രേറ്റിന് കാണിക്കാം. അപ്പോൾ അതിലൊക്കെ പക്ഷേ വീഡിയോൻ്റെ കേസിൽ വരുമ്പോൾ ഞാൻ പറയണത് ഐഫോണിൻ്റെ അത്ര എത്തൂല, എനിക്ക് ഇപ്പോഴും തോന്നുന്നില്ല. കാരണം ഞാൻ കുറച്ച് സാമ്പിൾസ് കണ്ടപ്പോൾ ഐഫോൺ 17 Pro Maxന് അടിപൊളിയായിട്ട് നിൽക്കുന്നത്. പിന്നെ ഇതിനൊരു പ്രത്യേകത ഉണ്ട്, നമുക്ക് ഫോട്ടോസ് നമ്മൾ എടുക്കുമ്പോൾ ഇതായിരിക്കും കുറച്ചും കൂടി അടിപൊളി കളറായിട്ട് തോന്നുക. കാരണം ഐഫോൺ കുറച്ചും കൂടി റോ നാച്ചുറൽ അങ്ങനത്തെ സൈഡിക്കല്ലേ മാറി നിൽക്കുക. പക്ഷേ വിവോൻ്റെ ഈ ഫോട്ടോസൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഐഫോണിനൊക്കെ സത്യം പറഞ്ഞാൽ എനിക്ക് ഇതാണ് ഇഷ്ടമായത്. പിന്നെ ക്ലാരിറ്റി സൂം ചെയ്യുമ്പോഴൊക്കെ ചെറിയ വ്യത്യാസങ്ങളും കൂടി മാറി നിൽക്കും ഓരോ സിനാറിയോസിൽ. അപ്പോൾ അതാണ് എനിക്ക് ക്യാമറയെ പറ്റി പറയാനുള്ളത്. പെട്ടെന്ന് തന്നെ ബാറ്ററിനെ പറ്റി പറഞ്ഞുതരാം. ബാറ്ററി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ കുറച്ചിട്ടില്ല, 6500 mAh ഉണ്ട്. പക്ഷേ 7000 ചിലപ്പോൾ നമ്മുടെ ഇന്ത്യക്ക് വരുമ്പോൾ 7000. ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ള എന്തോ റെഗുലേഷൻസ് വെച്ചിട്ടാവും ചിലപ്പോൾ 6500 പറയാൻ പറ്റില്ല. 6500 mAh ബാറ്ററി ഉണ്ട്. പിന്നെ 90 വാട്ടിൻ്റെ ഫാസ്റ്റ് വയർ ചാർജിങ് ഉണ്ട്, 40 വാട്ടിൻ്റെ വയർലെസ് ചാർജിങ് ഉണ്ട്. പിന്നെ അതുപോലെ റിവേഴ്സ് വയർലെസ് ചാർജിങ് ഉണ്ട്. നമുക്ക് ഈ ഫോൺ വെച്ച് വേറെ ഫോണിൽ ചാർജ് ചെയ്യാം. ഇപ്പോൾ ഒരു അരമണിക്കൂർ കൊണ്ട് എനിക്ക് ഫുൾ ചാർജ് ആകും, അങ്ങനെയാണ് കാണിക്കുന്നത്. അപ്പോൾ ബാറ്ററി ടൈസ് അങ്ങനെയാണ്. പിന്നെ വരുന്നത് നമ്മുടെ സോഫ്റ്റ്വെയർ ഇവർ പഴയ ഫൺ ടച്ച് വോയിസ് മാറ്റി തമാശകളിലേക്ക് നിർത്തി ഇവർ ഒറിജിനൽ വോയിസിൻ്റെ ആദ്യത്തെ ഇതിറക്കിയിട്ടുണ്ട്. അത് നമ്മുടെ ഇതിലാണ് ഫസ്റ്റ് വരുന്നത്. ഒറിജിനൽ വോയിസ് ഫൺ ടച്ച് വോയിസ് കളഞ്ഞിട്ട് ഒറിജിനൽ വോയിസ് ഇതിൽ വന്നിട്ടുണ്ട്. പോരാത്തതിന് 5 കൊല്ലത്തെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്, 7 കൊല്ലത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റ് ഉണ്ട്. അപ്പോൾ അതിലെന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പിക്സൽ, സാംസങ്, ആപ്പിളൊക്കെ ഇതിനൊക്കെ കൂടുതൽ കൊടുക്കുന്നുണ്ട്. സാംസങ്ങും പിക്സലിക്കും 7 കൊല്ലം വരെ കൊടുക്കുന്നുണ്ട്. ആപ്പിളും 6 കൊല്ലം എത്രയാണ് കൊടുക്കുന്നതാണ്. അപ്പോൾ അത് കുറച്ച് കുറവായിട്ട് തോന്നി. അപ്പോൾ ഈ ഒറിജിനൽ വോയിസുള്ള മെയിൻ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ മുന്നത്തെ ഫൺ ടച്ച് വോയിസ് അത്ര ആയിരിക്കും താല്പര്യമില്ലാത്ത സംഭവമായിരുന്നു. അതിൽ കുറേ ബ്ലോട്ട് വോയിസും പിന്നെ അത്ര ഒരു രസം ഉണ്ടായിരുന്നില്ലായിരിക്കും. പക്ഷേ ഈ ഒറിജിനൽ വോയിസ് അടിപൊളിയാണ് സംഭവം. ആപ്പിളിൻ്റെ അതേപോലെ കോപ്പി എടുത്ത് വെച്ചിട്ടുണ്ട് കുറേ. എന്നാലും കുഴപ്പമില്ല, നമുക്ക് അങ്ങനത്തെ കോപ്പിടികൾ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം, കാരണം നല്ല കാര്യങ്ങളാണ്. അപ്പോൾ ഈ കണക്ടിവിറ്റിയുടെ കാര്യങ്ങൾ തന്നെ വൈഫൈ 7 ബ്ലൂടൂത്ത് 5.4 ആണ് വരുന്നത്. കാരണം ഇപ്പോൾ 6.0 ഇറങ്ങിയ സമയത്തും 5.4 വെച്ചിട്ട് ഇവരത് കിട്ടുള്ളത്. ബാക്കി ഇതിൻ്റെ അടിയിലുള്ള ഫോണുകളിൽ വരെ ഈ BBK ഇലക്ട്രോണിക്സിൻ്റെ അടിയിൽ തന്നെ ബാക്കി ഫോണിൽ വരെ 6.0 ഉണ്ട്. പക്ഷേ ഇതിലെന്താണ് ഇത് വെച്ചെന്ന് എനിക്ക് മനസ്സിലാവില്ല. പിന്നെ USB 3.2 ആണ്, അത് അടിപൊളിയാണ്. കമ്പയർ നമുക്ക് ഫോൺ എടുത്ത് TVക്കൊക്കെ കണക്ട് ചെയ്ത് ഡയറക്റ്റ് വീഡിയോ അതിലേക്ക് മിറർ ചെയ്യാൻ പറ്റും. പിന്നെ എയർ ബ്ലാസ്റ്റർ വരുന്നുണ്ട്, അതൊരു അടിപൊളി കാര്യമാണ്. അപ്പോൾ കണക്ടിവിറ്റിയിൽ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും കാത്തിരുന്ന വിലയിലേക്ക് പോവാം. അപ്പോൾ 1,10,000 ഇപ്പോൾ ഇത് ഇറങ്ങാൻ പോകുന്ന വില എന്ന് പറഞ്ഞിട്ട് ഞാൻ നോക്കിയപ്പോൾ കണ്ടത്. അപ്പോൾ ആ പൈസയ്ക്ക് ഇത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ അടിപൊളിയാണ്. പിന്നെ ഇതിന് ഡയറക്റ്റ് കോമ്പറ്റീറ്റർ ആയിട്ട് നമ്മുടെ S26 അൾട്രയും പിക്സലും ഇതൊക്കെയാണ്. അപ്പോൾ പിക്സൽ ഓൾറെഡി ചിപ്സെറ്റിൽ പിന്നെ വീഡിയോയിലും എന്തായാലും ഇത് തന്നെയാണ് ബെറ്റർ. പിക്സൽ കുറച്ച് വീക്കാണ്. അവരിപ്പോൾ കൂടുതലും അവരുടെ ആ എക്സ്പീരിയൻസ് ബിൽഡ് ചെയ്യാൻ നോക്കി ചിപ്സെറ്റ് അവർ വഴിയിൽ ഉപയോഗിച്ച് ചിപ്സെറ്റ് അവർ തന്നെ മാനുഫാക്ചർ ചെയ്തിട്ടായിരിക്കും ഇറക്കുന്നത്. പിന്നെ സാംസങ് എങ്ങനെയാണ് നമ്മുടെ S26 അൾട്രയും കൂടെ ഇറങ്ങിയിട്ട് നോക്കാൻ പറ്റുള്ളൂ. പക്ഷേ എനിക്കിതിലൊരു കാര്യം പറയാനുള്ളത് കുറച്ചൊക്കെ അവർ ഇമ്പ്രൂവ് ആക്കായിരുന്നു. ചിലതൊക്കെ അവർ നൈസായിട്ട് ശ്രദ്ധിക്കില്ല കൊണ്ട് മുക്കി. അതുപോലെ ഡിസ്പ്ലേയുടെ കേസ്, പ്രൊസസറിൻ്റെ കേസ്, പിന്നെ ഞാൻ പറഞ്ഞ ബ്ലൂടൂത്തിൻ്റെ കേസ്, അങ്ങനെ എല്ലാം നൈസായിട്ടൊന്നും ഒരു പഠിച്ചൗട്ടി ശരിക്കും അതിനെ അടിപൊളി ആക്കായിരുന്നു. മെയിനായിട്ട് അവർ ക്യാമറ നോക്കിയിട്ടാൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ക്യാമറയുടെ കേസിൽ അടിപൊളി ഫോൺ തന്നെയാണ്. അപ്പോൾ നമുക്ക് S26 അൾട്രയൊക്കെ ഇറങ്ങുമ്പോൾ കറക്റ്റായിട്ട് കാണാം. പിന്നെ ഐഫോണിനെ വെച്ച് നോക്കാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിൽ ഫോട്ടോസിൽ വെച്ച് നോക്കാം, വീഡിയോസിൽ എനിക്ക് തോന്നുന്നില്ല ഐഫോണിനെ ഇപ്പോഴും രാജാവ്, ദ അൺബീറ്റബിൾ കിങ്. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് വരാം. ബൈ.